കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്റർ പേപ്പർ ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജി എന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കാണിക്കുന്നത്. സാധാരണ മറ്റു പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. 2 മണിക്കൂറായിരിക്കും എക്സാം ടൈം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ റിസർച്ച്. എന്താണ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ സെക്കൻഡറി സോഴ്സ് ഓഫ് ഡാറ്റ. സെക്കൻഡറി സോഴ്സ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? സെക്കൻഡറി സോഴ്സ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്തതിൽ നിന്നും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയാം. ഗിവ് എ നോട്ട് ഓൺ ഡെൽഫി ടെക്നിക്. ഡെൽഫി ടെക്നിക്കിനെ കുറിച്ച് എഴുതാനാണ്. വാട്ട് ഈസ് പൈലറ്റ് സ്റ്റഡി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഒബ്സർവേഷൻ ആസ് എ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷൻ, നമ്മൾ റിസർച്ചിന് ഡാറ്റ കളക്ട് ചെയ്യുന്നതിലെ ഒരു പ്രധാനപ്പെട്ട മെത്തേഡാണ് ഒബ്സർവേഷൻ എന്ന് പറയാം. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീക്ഷണം. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് മെയിൽ സർവേ. ഏഴാമത്തെ, വാട്ട് ഈസ് സാമ്പിളിംഗ് സൈസ്. നമ്മൾ റിസർച്ചിൽ സാമ്പിളിംഗ് എടുക്കുമ്പോൾ അതിൻ്റെ സൈസിനാണ് പറയുന്നത്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ സ്നോബോൾ സാമ്പിളിംഗ് മെത്തേഡ്. വാട്ട് ഈസ് സാമ്പിൾ സൈസ്. ദെൻ മറ്റൊന്ന്, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ കോട്ട സാമ്പിളിംഗ്. വാട്ട് ഈസ് റിസർച്ച് റിപ്പോർട്ട്. നമ്മൾ റിസർച്ചൊക്കെ നടത്തിയതിനു ശേഷം അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെയാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയാം. 12ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബ്രീഫിംഗ്. സെക്ഷൻ ബിയിൽ ഡിഫറൻഷിയേറ്റ് പ്യുവർ ആൻഡ് അപ്ലൈഡ് റിസർച്ച്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ്. ഹൗ ഡു യു ചൂസ് എ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. എങ്ങനെയാണ് നമ്മൾ ഡാറ്റ കളക്ഷൻ്റെ മെത്തേഡ് ചൂസ് ചെയ്യുക. നെക്സ്റ്റ്, സ്റ്റേറ്റ് ദ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഓഫ് ഇന്റർവ്യൂ മെത്തേഡ്. ഇന്റർവ്യൂ മെത്തേഡിന്റെ മെറിറ്റും ഡിമെറിറ്റും എന്തൊക്കെയാണ്. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് മെത്തേഡ്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് സാമ്പിൾ. നല്ല സാമ്പിളിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫുട് നോട്ട്. എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓഫ് സ്റ്റേറ്റിംഗ് ഫുട് നോട്ട്. എന്താണ് ഫുട് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫുട് നോട്ടിന്റെ പർപ്പസ് എന്തൊക്കെയാണ്, ഇത്രയാണ് അതിൽ വരുന്നത്. സെക്ഷൻ സിയിൽ മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ക്വസ്റ്റ്യനെയർ. എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് എ ക്വസ്റ്റ്യനെയർ. ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്, അതുപോലെ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം ഉണ്ട്. ദെൻ അതിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ കുറിച്ചാണ് എഴുതേണ്ടത്. പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ളത് ഡിസ്ക്രൈബ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചോദിക്കുന്നത്. പക്ഷേ റിസർച്ച് മെത്തഡോളജി ബികോമിൻ്റെ പേപ്പറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും റിസർച്ച് മെത്തഡോളജിയിൽ വരിക. താങ്ക് യു.